ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞിട്ട് ഈ കട്ടള വെക്കുന്ന ചടങ്ങുണ്ട്. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ള സംഭവമാണ്. ഈ കട്ടള വെക്കുമ്പോൾ കട്ടളയ്ക്കകത്തൂടെ ആദ്യം ആര് പ്രവേശിക്കണം എന്നൊരു വിഷയമുണ്ട്. ഗ്രഹനാഥയാണ് പ്രവേശിക്കേണ്ടത്. കട്ടള പ്രവേശം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രവേശനം നടത്തേണ്ടത് ഗ്രഹനാഥയാണ്. കാര്യം ഈ കട്ടളയ്ക്കകത്തൂടെ ആദ്യം ആര് കയറുന്നു അതാണ് ഗ്രഹപ്രവേശം. പലർക്കും അറിയത്തില്ല. എങ്ങനെ കയറണമെന്നറിയോ? ഒരു കുടം വെള്ളവുമായി പ്രവേശിക്കണം ഗ്രഹനാഥൻ. അത് കട്ടള വെച്ച് കഴിഞ്ഞാൽ മറ്റു മേശരിമാരോ മറ്റുള്ളവരോ അതിലൂടെ കടന്നു പോകാതെ ഗ്രഹനാഥയുടെ ഒരു കുടം വെള്ളം കൊടുത്ത് ശുഭ്രവസ്ത്രം ധരിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി ഗ്രഹനാഥ വലതുകാല് വെച്ച് അകത്തേക്ക് പ്രവേശിക്കണം. ആദ്യത്തെ പ്രവേശം കട്ടളയ്ക്കകത്തൂടെ ആയിരിക്കും. കയറി വെറുതെ കയറുമല്ല. അതായത് ഈശാനകോണിൽ ചെന്നിട്ട് അവിടെ ശിവഭഗവാന്റെ ശിരസ്സുണ്ടെന്നാണ് സങ്കല്പം. ഭഗവാന്റെ ശിരസിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് പറയുക? ധാരയെന്ന് പറയും. ശിവഭഗവാന് ധാര ചെയ്തു കഴിഞ്ഞാൽ ആദി കുറയും. അപ്പം കട്ടള വെക്കുമ്പോൾ തൊട്ട് നമുക്ക് ആദി വരും. യോഗ എങ്ങനെയൊക്കെ ആകും എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെ പരിഹരിക്കാൻ ശിവന് ധാര ചെയ്യുന്നത് നല്ലതാണ്. ആ ശിരോധാര ചെയ്യാൻ വേണ്ടി ജലവുമായിട്ട് ഗ്രഹനാഥ കട്ടളയിലൂടെ പ്രവേശിക്കണം എന്നൊക്കെ ഉള്ളൊരു ശാസ്ത്രങ്ങളുണ്ട്. ഞാനത് ചെയ്യിപ്പിക്കാറുള്ളതാണ്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.